അങ്ങേ ഞാൻ ആരാധിക്കുന്നു. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സത്യവും നീയേ അങ്ങേ കരങ്ങൾ വീശി ചേർന്ന് പാടുമാണ്. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ജയിക്കും. ശ്രദ്ധിക്കട്ടെ. നന്ദി യേശുവേ, സ്തോത്രം യേശുവേ, ആരാധന ദൈവപിതാവേ, നന്ദി. അമ്മയോടുകൂടെ ജയിക്കും, നമ്മൾ ജയിക്കും, കൃപ ധരിക്കും. അമ്മയോടുകൂടെ ജയിക്കും, മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ. അമ്മയോടൊപ്പം സ്വർഗ
സർവസൈന്യാലവേ മണ്ണിന്റെ തേരു തെളിക്കാം. പോരും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ക്രൂശ് വരച്ചോട്ടിലിൽ തറയ്ക്കാം. പോരും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ക്രൂശ് വരച്ചോട്ടിലിൽ തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ചോദിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ചോദിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന ആരാധന പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താടുകളഞ്ഞിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോരവനെ വീണ്ടെടുത്തവനെ വീണ്ടെടുത്തു. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോരവനെ വീണ്ടെടുത്തവനെ വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കുറായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കുറായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിത്യദയ ദയയാ ദയയാ നിത്യദയയാ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവരെ വീണ്ടെടുത്തു. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവരെ വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. നന്ദി
യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി ശക്തിയാലല്ല കൈയുടെ വേളത്താലല്ല നിന്റെ എന്നെ നടത്തിയത് സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ പിതാവേ മഹത്വം പിതാവേ ആരാധന യേശുവേ യേശുവേ ആരാധന എല്ലാവരും ചേർന്ന് ചൊല്ലട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ വാസനത്തിന് യേശുവേ ആരോഗ്യത്തെ സമർപ്പിച്ച് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമായിട്ടുള്ള വചന ബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം മഹത്വം പിതാവേ മഹത്വം പിതാവേ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പോകുകയാണ്. എൻ്റെ മക്കളെ, വളരെ ദൈവം നിറഞ്ഞു നിൽക്കുന്ന ദൈവ കൃപ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ ആവശ്യമില്ലാത്ത ഉത്കണ്ഠപ്പെടരുത്. കടമായാലും രോഗമായാലും ഇത് എല്ലാത്തിനും അതിജീവിക്കും. 10,000-കണക്കിന് മനുഷ്യരെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച സ്ഥലം, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യം പറഞ്ഞ ഒരു ഇടം, മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലാണ് നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവവേദലെ നീ അച്ഛൻ പറഞ്ഞതുപോലെ വചനങ്ങൾ കേട്ട് ഉടമ്പടി അനുസരിച്ച് ജീവിച്ച് ദൈവത്തിനെ നമ്മെ പക്ഷത്താക്കിക്കൊണ്ട് മാതാവിൻ്റെ കൂടെയാണ് ഈ ഉടമ്പടി സഞ്ചാരം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അമ്മയോട് കൂടെ ഈ ഉടമ്പടി സഞ്ചാരത്തിനായി ഉടമ്പടി ജീവിതത്തിനായി എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഉടമ്പടി ധ്യാനത്തില് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവര് അങ്ങ് വെറും കൈയോടെ പറഞ്ഞയക്കുകയില്ലെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഈ ധ്യാനം അങ്ങയുടെ മക്കള് ഓൺലൈനായി കൂടുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് അവരെല്ലാവരെയും അങ്ങ് സാക്ഷികളായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്നായി ആരാധിക്കാൻ, നന്നായി പ്രാർത്ഥിക്കാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഓരോരുത്തരെയും എഴുത്താറിൽ ഉയർത്തണമേ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലവേദി ബലമായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലവേദി ബലമായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സന്തോഷത്തോടെ രോഗികളായിട്ടുള്ളവരെ രോഗമുള്ളിടത്ത് അവിടെ കൈകൾ വെക്കുക. ആ കൈകളെ കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലത് കരം നിങ്ങളുടെ കൈകളോട് ചേർത്ത് വെക്കാൻ അച്ഛൻ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോനോട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കിഡ്നി രോഗികൾ കിഡ്നിയുടെ പല സ്ഥലങ്ങളിൽ നടുവിലെ കൈകൾ വെക്കുക.
നെഞ്ചരിച്ചിലുള്ളവർ, കരരോഗികളൊക്കെ നെഞ്ചിൻ്റെ കൂടിന് കൈകൾ വെക്കുക. ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈകൾ വെക്കുക. സ്പോണ്ടിലോസ് രോഗികൾ, തൈറോയ്ഡ് രോഗികളൊക്കെ കഴുത്തിൽ കൈകൾ വെക്കുക. മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ എൻ്റെ ഈ കൈ നിൻ്റെ കൈയായി മാറ്റണമേ. എൻ്റെ കൈകൾ അതാത് രോഗങ്ങളുള്ളവർ രോഗങ്ങളുടെ ഇടത്ത് യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, കർത്താവേ എൻ്റെ ഈ കൈകളെ ആണിപ്പഴുതാർന്ന നിൻ്റെ കൈകളായി മാറ്റണമേ. രക്തസ്രാവ രോഗമുള്ളവരുണ്ട്, പിസ്തുല രോഗികളുണ്ട്, PCOD രോഗികളുണ്ട്. അടിവയറ്റിലൊരു കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. അവർ പറയണം കർത്താവിനോട്, കണ്ണീരോടെ പറയണം, കർത്താവേ ഈ അനുഗ്രഹത്തിൻ്റെ ഈ നിമിഷം പരിശുദ്ധമ്മ ദേവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കർത്താവിൻ്റെ പരിശുദ്ധമായ ദിവസം ഞായറാഴ്ച അതിരാവിലെ വന്ന് പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും നിൻ്റെ പുനരുദ്ധാനത്തെ മഹോത്സവത്തെ വാഴ്ത്തി പാടുവാനും ഞങ്ങളെ പ്രത്യേകം ക്ഷണിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ. അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തികൾ നിങ്ങൾ കൈവച്ച ഇടത്തേക്ക് പ്രവേശിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകളെ, മക്കളില്ലാത്തവര്, ഗർഭിണികള് അവിടെ വയറ്റിലിപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആയിരക്കണക്കിന് മനുഷ്യരെ ദൈവത്തിൻ്റെ സ്പർശനവും സൗഖ്യവും കണ്ടുമുട്ടി ആഹ്ലാദിച്ച് ഹല്ലേലൂയ പാടിയ ആത്മീയതയുടെ മണ്ണിലാണ് നീ കാലിച്ചു വിട്ട് നിൽക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സ്വർഗം തുറക്കണ സമയമാണിത്. ഈ കാലത്തിലാണ്, ആരാധന നടക്കുന്ന ഒരു കാലത്തിലാണ് അമ്മ പ്രത്യക്ഷത്തിൽ വന്നത്. അമ്മ ആരാധനയിലാണല്ലോ അമ്മ പ്രത്യക്ഷത്തിൽ വന്നത്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും, ശ്വാസകോശ രോഗികൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവി കുറവുള്ളവർ, സംസാരിക്കാൻ വയ്യാത്ത മക്കൾ, ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, സോറിയാസിസ് രോഗികള്, ത്വക്ക് രോഗികള്, വ്രണങ്ങൾ പൊറുക്കാത്തവര്, നവരന്ധ്രങ്ങളിൽ നിന്ന് ഫ്ലൂയിഡ് വരുന്നവര്,
നീതികെട്ട് കിടക്കുന്നവര്, വിട്ടുമാറാതെ നിരന്തരമായ മരുന്ന് കഴിക്കുന്ന രോഗങ്ങള് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ജീവിക്കുന്നവനായ ദൈവമേ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുവാൻ പരിശുദ്ധ പിതാവ് അനുവദിച്ച കർത്താവിന് നിരന്തരമായ ആരാധന നടക്കുന്ന ഈ വിശുദ്ധ മണ്ണിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്നതിന്, ഞങ്ങളെ കൊണ്ടുവന്ന് കണ്ണുനീരൊപ്പുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങള് അമ്മയുടെ മധ്യസ്ഥതയില് ഞങ്ങളുടെ ക്ലേശങ്ങള് ഇവിടെ ഇറക്കി വെക്കുന്ന, നിന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ, കൈനീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളെ ഭാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നിന്റെ നാമത്തില് സമാധാനത്തില് സുവിശേഷത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. മക്കളെ ഒന്ന് മുട്ടുകുത്തിക്കേ. നമ്മളിപ്പോൾ നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജോലിയില്ലാതെ നിൽക്കുന്ന മക്കള്, നിങ്ങളൊന്ന് കൈകൂപ്പിക്കുക. എല്ലാവരും മാതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിച്ച് ഈശോ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ജോലിയില്ലാതെ നിൽക്കുന്ന മക്കൾ, ഈ പ്രാർത്ഥന കൊണ്ട് അവർക്ക് ജോലി കിട്ടണം. നിങ്ങൾ സാങ്കേതികമായ ഒരു വിഷയത്തിന് വേണ്ടി വിശ്വാസികളുടെ പ്രാർത്ഥന പോലെ ഒരു സാധനം പ്രാർത്ഥിക്കുകയല്ല. നമ്മൾ കൃപാസന അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ ജോലിയില്ലാത്തതിൻ്റെ വേദന നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടാണ് അത് പ്രാർത്ഥനയൊക്കെ മാറ്റുന്നത്. പെണ്ണ് കെട്ടാത്തവരുണ്ട്, ഇനി കല്യാണം വേണ്ടെന്നും പറഞ്ഞ് നിൽക്കുന്ന തിന്മയുടെ അരൂപിയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് ലൈഫ് ദൈവം പറഞ്ഞിട്ടില്ല. നിന്റെ സുഖത്തിന് വേണ്ടി നീ തിരഞ്ഞെടുത്തത് ദോഷം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് ബോധ്യം തരണില്ല. ഈ പ്രാർത്ഥനയിലൂടെ അങ്ങനെയുള്ള മക്കളെ സമർപ്പിച്ച് അമ്മമാർ പ്രാർത്ഥിക്കണം. കല്യാണം കിട്ടാതെ നിൽക്കുന്ന ചെറുക്കന്മാരുടെ എണ്ണം കൂടുതലാണ്. അതൊക്കെ ഭാവിയിൽ സഭയെ അത് ബാധിക്കാം, സമൂഹത്തെ അത് ബാധിക്കാം. ആ മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ മുട്ട നിർത്തിയിരിക്കുന്നത്. വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. ലോകം മുഴുവനുള്ള മക്കൾ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെല്ലാം ആ സമയത്ത് മുട്ട നിൽക്കേണ്ടതാണ്. വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. അവർ പഠിച്ചു കഴിഞ്ഞ് കാശെല്ലാം കടമായി, പഠിച്ചിട്ട് ജോലി എടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ തിരിച്ചു പോകുന്ന നാട്ടിൽ കടമായി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ അന്തരാളത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ആഴ്ച ഇതിനൊക്കെ സമാധാനം ഉണ്ടാകും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സാക്ഷ്യങ്ങളിലൂടെ മഹത്വപ്പെടുത്തണമേ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന, യേശുവേ നന്ദി. പല ആൾക്കാരും ജോലിക്ക് പോകുന്നവരുണ്ട്, ജോലി മുടങ്ങി നിൽക്കുന്നവരുണ്ട്, ഇന്റർവ്യൂ നടക്കാത്തവരുണ്ട്, ഇന്റർവ്യൂവിന് വിളിക്കാത്തവരുണ്ട്, കൊടുത്ത പണം നഷ്ടപ്പെട്ടവരുണ്ട്, പറ്റിപ്പിൽ അകപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കുടുംബ കലഹങ്ങൾ, കുടുംബ വഴക്കുകൾ, മാറി താമസങ്ങൾ, വിഘടിച്ച് നിൽക്കുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, കടകമ്പോളങ്ങളും ഏജൻസികളോ ഷോപ്പുകളൊക്കെ നടത്തിയിട്ട്
പിന്നെയും കടമായിട്ട് പൊറുക്കാൻ പറ്റാത്ത ഒരു നാട് വിട്ട് പോയാലോ എന്ന് ചിന്തിക്കുന്നവരെ, വേദന കൊണ്ട് ഉറക്കമില്ലാത്തവരുടെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ആവശ്യിച്ചുകൊണ്ട് കർത്താവ് അവരെ നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ, അവരെ ഏറ്റെടുത്ത് നിർത്തണമേ, നിലനിർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, പിതാവിനെ നീ, പിതാവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ശിരസ്സിൽ വെച്ച് ദിവികാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കണം. സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.